ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനുള്ളത് മേമയുടെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഇന്നിവിടെ കൂടിയിട്ടുണ്ട്. അയ്യോ, അമ്മയെ കണ്ട പിന്നെ എന്നെ അടിച്ചോണ്ടിരിക്കാണ്. നീയാണപ്പ വൃത്തിയേട്ടവല്ലേ? മഴവതിയോ? കണ്ടില്ലേ, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇമ്മാതിരി വികൃതിയൊക്കെ ഉണ്ടാവും. മൈക്കിൾ ബേബി നല്ല ഉറക്കത്തിലാണ്. അവനെ എടുത്തിട്ട് വേണം നമുക്ക് ട്രിപ്പ് പോകാൻ. അബിയാണ് വണ്ടി ഓടിക്കുന്നത്. അത് കാരണം മൈക്കിൾ ബേബിനെ ഞാൻ മടിയിലെടുത്താന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് ഞാൻ മൈക്കിൾ ബേബിനെ മടിയിലെടുത്തി കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് നമ്മൾ കാക്കത്തുരുത്തി എന്ന് പറയും ആ ഒരു സ്ഥലത്താണ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കാക്കത്തുരുത്തി എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. അതായത് എടത്തിരിഞ്ഞു പോണ വഴി കാക്കത്തുരുത്തി ബ്രിഡ്ജിന്റെ അവിടെയാണ് നമ്മൾ ഈ പോകുന്ന സ്ഥലം വരുന്നത്. ഇതിന്റെ ഫുൾ നെയിം പറയുകയാണെന്നുണ്ടെങ്കിൽ സീഷോർ ഫാം ആൻഡ് നഴ്സറി. പേര് നമുക്ക് വലിയ പിടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മാത്രമേ അറിയണുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വഴി തെറ്റിപ്പോയി. പിന്നെ ചോദിച്ചാണ് കേട്ടോ നമ്മൾ കറക്റ്റ് വഴിയിലെത്തിയത്. കണ്ടില്ലേ, പോണ വഴി ഒരു ചെറിയ ഇടുങ്ങിയ കൊച്ചു വഴിയാണ്. പക്ഷെ നമ്മൾ ചോദിച്ച് ഇവിടെ എത്തി. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് പേരറിയാത്തതിന്റെ പ്രശ്നം. വീട്ടുകാരായിട്ട് ഇങ്ങനെ പോവാൻ നല്ല രസമാണ്. ഇവിടെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ടെൻഷൻ എന്നൊക്കെ പറയുന്നത് ഇത്രയധികം പേരുണ്ട്, നമ്മൾ എങ്ങനെ ഇവർക്കൊക്കെ 100 രൂപയാവോ ടിക്കറ്റിന്, എത്ര രൂപയാവും എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. ചെന്നപ്പോഴാണ് അവിടെ എൻട്രി ഫീയുടെ ആവശ്യമില്ല, നമുക്ക് പ്രവേശിക്കാനായിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആയി. കാരണം നല്ല രസമുണ്ടായിരുന്നു. നമ്മളാ കയറി വരുന്നിടത്ത് തന്നെ ഒരു ജിറാഫിന്റെ ഒക്കെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. നടക്കുന്ന വഴികളാണെങ്കിലും അടിപൊളി. സത്യം പറഞ്ഞാൽ ഈ ഒരു പോക്ക് കൊണ്ടൊന്നും ഞാൻ നിർത്തില്ല കേട്ടോ. ഇനി എനിക്ക് അവിടെ പോകണം. കാരണം അത്ര അടിപൊളിയായിരുന്നു. കയറി നമ്മൾ നടക്കുന്ന വഴികളിൽ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ഒരു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഭയങ്കര എക്കോ പാർക്ക് എന്നുള്ളത് കറക്റ്റ് അവിടെ സെറ്റ് ആക്കി. ബോട്ടിംഗ് ഉണ്ട്, മാത്രമല്ല ഒത്തിരി റൈഡുകളുണ്ട്. ഇതിലൊക്കെ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഓരോന്നിനും സെപ്പറേറ്റ് ആണ് കേട്ടോ. സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്. വലിയ പൈസയൊന്നുമില്ല. 50 രൂപ, 100 രൂപ അങ്ങനെയൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ബോട്ടിങ്ങും അതിൻ്റെ അടുത്ത് തന്നെ ഒരു നഴ്സറിയും കാണാനായിട്ട് പറ്റും. അപ്പൊ അവിടെ ഒത്തിരി ചെടികളുണ്ട്, പിന്നെ കിളികളുണ്ട്. ഇതൊക്കെ കണ്ട് കുറച്ചു നേരം നിൽക്കാം. അവർക്ക് തിരിച്ചറിയില്ല. ചേട്ടോടെ തോട്ടി വെച്ചിട്ട് വിളിക്കാൻ നമ്മൾ എൻട്രെയിനോടത്ത് തന്നെ ഒരു ടോക്കൺ കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഏത് റൈഡിലാണ് കയറേണ്ടത്, ബോട്ടിങ്ങിനാണോ കയറേണ്ടത്, റൈഡിലാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതും നോക്കിയിട്ട് നമുക്ക് ടോക്കൺ എടുത്തിട്ട് ഓരോന്നിലും കയറാവുന്നതാണ്. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു നോക്കി നിൽക്കാനായിട്ട്. ഞാൻ ഈ സിനിമയിലൊക്കെ പിന്നെ ഊട്ടിയുടെ ഭാഗമൊക്കെ കാണിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ കണ്ടേക്കണേ. നല്ല രസമുണ്ടല്ലേ. ഞാൻ ഇവിടെയുള്ള ഒത്തിരി പാർക്കിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. പറഞ്ഞാൽ ഒരു പാർക്കിലും ഇല്ലാന്ന് തന്നെ പറയാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം. ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നാൽ മതിയോ? നമുക്ക് നടക്കണ്ടേ? ജസ്റ്റ് ഒന്ന് നടന്നു കഴിയുമ്പോൾ ചെറിയൊരു പാലം പോലൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാലത്തിനപ്പുറം കിടക്കുമ്പോൾ നമുക്ക് ഇനിയും ഒത്തിരി കാണാനുണ്ട്. കണ്ടില്ലേ സിംഹത്തിനൊക്കെ? അതിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ആനയുണ്ട്. പോരാത്തിന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും ഇരിക്കാനും ഒക്കെ അടിപൊളി. പറഞ്ഞാൽ ഇത്തരം പാർക്കുകളിലൊക്കെ വരുമ്പോൾ നമ്മുടെ അമ്മമാർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അടിപൊളിയായിട്ട് ഇവർക്കും എൻജോയ് ചെയ്യാം. നമുക്ക് അവരുടെ ഫാമിലെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കണ്ടാലോ?
എൻ്റെ അമ്മയ്ക്ക് ഈ വെള്ള പൈക്കിടാങ്ങളെ കണ്ടപ്പോ മേടിക്കണമെന്നായി കേട്ടോ. പിന്നെ അവിടെ കുതിര ഉണ്ടായിരുന്നു, നമുക്കിങ്ങനെ പുല്ലൊക്കെ കുതിരയ്ക്ക് കൊടുക്കാം, അപ്പൊ അതിങ്ങനെ കഴിക്കും, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ കുറച്ച് നീങ്ങുമ്പോൾ ഒട്ടകമൊക്കെ ഉണ്ട്. കുതിരയ്ക്ക് ഈ തീറ്റ കൊടുക്കുന്ന കാര്യത്തില് അമ്മയും അപ്പൂസും ഭയങ്കര മത്സരമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, മുതിർന്നവർക്കാണ് ഇവിടെ കൂടുതൽ എൻജോയ്മെന്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികളെ കൊണ്ടുപോയിട്ട് കാര്യമില്ലേന്ന്. കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. ഇവിടുത്തെ സ്ഥലങ്ങൾ തന്നെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. ഇവിടുത്തെ ശരിക്കുള്ള കാഴ്ചകൾ കാണാൻ പോണത് കണ്ടില്ലേ, ഫുൾ റൈഡുകളാണ്. ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ വണ്ടർലയിലാണ് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടപ്പോൾ അപ്പൂസിന് ഭയങ്കര ആഗ്രഹമായി അതിലൊന്ന് കയറണമെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ സംഭവം കൊള്ളാം, എന്നാ പിന്നെ ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോൾ മൈക്കിൾ ബേബി ഭയങ്കര കരച്ചിലാണ്. അബി നിയന്ത്രിക്കാൻ നോക്കിയിട്ടൊന്നും നടക്കണില്ല. കാരണം കുട്ടിക്ക് ആ കാറിന്റെ റേസിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഗെയിമിൽ കയറണം എന്നും പറഞ്ഞിട്ട്, ആ ഒരു റൈഡിൽ കയറണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. കയറിയിരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 പേരായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, മടിയിലിരുത്താൻ പറ്റില്ല. അപ്പൊ മടിയിലിരിക്കണം എന്ന് പറഞ്ഞിട്ടായി വാശി. പിന്നെ അങ്ങനെ അവനതിൽ കയറ്റി കുറച്ചേരൊക്കെ ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൻ കൂളായിട്ടോ. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റൈഡുകളിലേക്ക്. ഇവിടെ സൂപ്പറായിട്ട് തോന്നിയിട്ടുള്ള ഒരു റൈഡ് ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്റെ പേടി സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. അപ്പൊ പിന്നെ അപ്പൂസിനെ ആദ്യം ഈ ഒരു സംഭവത്തിൽ കയറ്റാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാളയല്ലേ ഇത്, അതിന്റെ മുകളിൽ കയറ്റിയിരുത്തിട്ടോ. കുറെ നേരം അവൻ അങ്ങനെ പിടിച്ചു. ഒരു പരിധി വരെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ ഭയങ്കര ആട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്തായാലും താഴെ വീഴും. അപ്പൂസ് നല്ല പോലെ പരിശ്രമിച്ച് അതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇറുകി പിടിച്ചിരുന്നു കേട്ടോ. പിന്നെ താഴെ എവിടെയോ നല്ല കണ്ടുപരിചയമുള്ള 3 പേര് നമ്മുടെ കൂടെ വന്നവരല്ലേ ഇത്. അത് പിടിച്ചിരിക്കണ്ട, പേടിക്കണ്ട. അയ്യോ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റൈഡിൽ കയറുന്നത്. അമ്മയുടെ കിളി പോയൊരു സംഭവമാണ്. പിന്നെ ഞാൻ അപ്പൂസും ഭയങ്കര കളിയായിരുന്നു. ഇത് കണ്ടു, ആപ്പിളിന്റെ ഷേപ്പുള്ള ഒരു സംഭവം, അതിൻ്റെ ഉള്ളിൽ അപ്പൂസിനെ കാണാം. കുറച്ച് കഴിയുമ്പോൾ ഞാനും അവനെ കൊഞ്ചനം കുത്തി കാണിച്ചു, എന്നെയും കാണാം. അങ്ങനെ ഞങ്ങൾ സിംഗത്തിന്റെ മുകളിൽ കയറി ഗായ്സ്. അപ്പൂസിന് ഭയങ്കര ഹാപ്പി ആയിട്ട് അതിന്റെ മുകളിൽ കയറിയപ്പോ ആദ്യക്ക് അവള് നല്ല പോലെ എൻജോയ് ചെയ്തു. കാരണം കുറെ നാൾക്ക് ശേഷമാണ്. പിന്നെ ഞാൻ കയറിയിരുന്നു. ഞാൻ കയറിയിരുന്നപ്പോ എനിക്കും ഇഷ്ടമായി. ഞാൻ ഈ കൈയോടൊക്കെ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ അതിക്കൂടെ ആൾക്കാരൊക്കെ പോകണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പോകണ്ടേ. പക്ഷെ നമുക്കതൊന്നും വിഷയമല്ല, നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നവരാണല്ലോ. സത്യം പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ചമ്മലൊക്കെ നല്ല പോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാവല്ലേ. നമുക്ക് അവിടെ കഴിക്കാനായിട്ട് ചെറിയൊരു റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ചായ, കടികള്, പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ, ബിരിയാണി ഒക്കെ ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ കുറച്ചു നേരം ഈ കുപ്പി ഇങ്ങനെ വെച്ചിട്ട് ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങി. ഇനി നമുക്കേ കുട്ടികളുടെ പാർക്കിലേക്ക് പോയാലോ. കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. കുട്ടികളുടെ മാത്രമല്ല നമ്മുടെയും കൂടി പാർക്കാണല്ലോ, അത് കാരണം ഞാനൊക്കെ ഇഴുകിട്ടോ. ഇനി നേരം വൈകിയതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. അപ്പൊ നമ്മൾ പോണ വഴി കാണിച്ചു തരാം. സൂപ്പർ എന്ന് പറഞ്ഞ എൻ്റെ മോനെ അടിപൊളിയാണ്. നോക്കിയേ, എന്തൊരു രസമല്ലേ കാണാനായിട്ട്. അവിടെ ഇരിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നും നമുക്ക്. പോണ വഴികള് അതിലും മനോഹരം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റുകളൊക്കെ രേഖപ്പെടുത്തട്ടോ. അപ്പൊ ഓക്കെ, എന്നാ ബൈ.